ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹദീസ് പാഠത്തിലെ രണ്ടാമത്തെ ഹദീസാണ് നമ്മൾ എടുക്കുന്നത്. അറിവ് വിശ്വാസിയുടെ പാഥേയം അഥവാ വിശ്വാസിക്ക് ഈ ലോകത്തു നിന്നും പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള ശേഖരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അറിവെന്നത്. അൻ മുആവിയത റളിയല്ലാഹു അൻഹു قال سمعت النبي صلى الله عليه وسلم يقول من يرد الله به خيرا يفقهه في الدين. അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ അവനെ മതത്തിൽ അവഗാഹമുള്ളവനാക്കും. വിജ്ഞാന സമ്പാദനത്തിന് ഇസ്ലാം ഏറെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അറിവിൻ്റെ ഫളായിലുകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ അറിവ് ശേഖരിക്കാൻ മുൻകടക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കും. അറിവ് അന്വേഷിക്കുന്നവർക്ക് നിർബന്ധ ബാധ്യതയായി അറിവ് ശേഖരിക്കൽ ഇസ്ലാം പരിചയപ്പെടുത്തി. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു യഖൂലു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. അറിവ് അന്വേഷിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധ ബാധ്യതയാണ്. കാരണം നമസ്കരിക്കണമെങ്കിൽ, നോമ്പെടുക്കണമെങ്കിൽ, ഹജ്ജ് ചെയ്യണമെങ്കിൽ, ഉംറ ചെയ്യണമെങ്കിൽ, സക്കാത്ത് നിസാബ് അനുസരിച്ച് കൊടുക്കണമെങ്കിലൊക്കെ ഒരാൾ നിർബന്ധമായും അറിവ് ശേഖരിച്ചേ തീരും. രണ്ടാമത്തെ കാര്യം, യഥാർത്ഥ വിജ്ഞാനത്തിന് മാത്രമേ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നൽകാൻ സാധിക്കുകയുള്ളൂ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ. ഫാത്തിറിലെ 28-ാമത്തെ ആയത്തിൽ പറയുന്നു, തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവൻ്റെ ദാസന്മാരിൽ നിന്ന് അറിവുള്ളവർ മാത്രമാകുന്നു. തീർച്ചയായും അള്ളാഹു പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. അറിവ് നേടുന്നതിൻ്റെ തോതനുസരിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുന്നതിൻ്റെ അളവും കൂടും. മതവിഷയത്തിൽ തീരെ ജ്ഞാനമില്ലാത്തവൻ അള്ളാഹുവിനെ ഭയപ്പെടാതെ തിന്മകൾ ചെയ്ത് ജീവിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിലക്കുകളും അറിഞ്ഞവൻ അതനുസരിച്ച് അവനെ ഭയപ്പെട്ട് ജീവിതം ക്രമീകരിക്കും. മൂന്നാമത്തെ കാര്യം, അറിവില്ലാതെ കേവലം ആരാധനകളിൽ മുഴുകിയുന്നവനേക്കാൾ അറിവുള്ളവനാണ് ശ്രേഷ്ഠത കൂടുതൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി ഉമാമത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫളലുൽ ആലിം അലൽ ആബിദ് കഫളലി അല അദ്നാക്കും. ആരാധനകളിൽ മുഴുകുന്നവനേക്കാൾ അറിവുള്ളവൻ്റെ മേന്മ നിങ്ങളിൽ ഏറ്റവും താഴെ നിൽക്കുന്നവനേക്കാൾ എനിക്കുള്ള മേന്മ പോലെയാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള മേന്മ പോലെയാണ്. അവിടുന്ന് മറ്റൊരിക്കൽ പറഞ്ഞത് ഇപ്രകാരമാണ്, വ ഇന്ന ഫളലൽ ആലിമി അലൽ ആബിദി കഫളലിൽ ഖമരി ലൈലത്തിൽ ബദർ അല സായിരിൽ കവാകിബ്. ആരാധനകളിൽ മുഴുകുന്നവനേക്കാൾ അറിവുള്ളവൻ്റെ മേന്മ പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ നക്ഷത്രങ്ങളെക്കാൾ ചന്ദ്രനുള്ള മേന്മ പോലെയാണ്. ചന്ദ്രനേക്കാൾ എത്രയോ വലുതും എണ്ണത്തിൽ കൂടുതലുമാണ് നക്ഷത്രങ്ങൾ അടക്കമുള്ള മറ്റു ഗോളങ്ങൾ. എന്നാൽ രാവിൽ വെട്ടിത്തിളങ്ങി കാണുന്നതും ലോകത്തിൻ്റെ വെളിച്ചം നൽകുന്നതും ചന്ദ്രനാണ്. അതുപോലെയാണ് അറിവുള്ള ഒരാൾക്ക് മറ്റുള്ളവരെക്കാൾ ഉള്ള സ്ഥാനമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നാലാമത്തെ കാര്യം, മതവിജ്ഞാനം പ്രവാചകന്മാർ വിട്ടേച്ചു പോയ അനന്തര സ്വത്താണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ വ ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വല ദിർഹമ വ ഇന്നമാ വറസു അൽ ഇൽമ ഫമൻ അഖദഹു ഫഖദ് അഖദ ബിഹദ്ദിൻ വാഫിർ. നിശ്ചയം അറിവുള്ള പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാകുന്നു. പ്രവാചകന്മാർ വിട്ടേച്ചു പോയത് ദീനാറോ ദിർഹമോ അല്ല, മറിച്ച് അവർ അനന്തരം നൽകിയത് അറിവാകുന്നു. അതിനാൽ ആരെങ്കിലും അതെടുക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ല ഓഹരി തന്നെ എടുക്കട്ടെ. അഞ്ചാമത്തെ കാര്യം, അള്ളാഹു നന്മ ഉദ്ദേശിച്ചവർക്ക് മാത്രമേ അറിവ് ലഭിക്കുകയുള്ളൂ. സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ യുരിദില്ലാഹ ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ അവനെ മതത്തിൽ അവഗാഹമുള്ളവനാക്കും.
നമുക്ക് ദീൻ പഠിക്കാനുള്ള മനസ്സും സമയവും ഉണ്ടാകുന്നുവെങ്കിൽ അള്ളാഹു നമുക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വെറും ഭൗതിക തിരക്കുകളിൽ മാത്രം പെട്ട് മതപഠനത്തിന് യാതൊരു സമയവും നമ്മൾ മാറ്റിവെക്കുന്നില്ലെങ്കിൽ നമ്മിൽ അള്ളാഹു ആ നന്മ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് കരുതാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആറാമത്തെ കാര്യം, അറിവന്വേഷിക്കുന്നവർക്ക് ലഭിക്കുന്ന അനേകം സൗഭാഗ്യങ്ങളാണ്. ധാരാളം സൗഭാഗ്യങ്ങൾ അറിവ് നേടുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ധാരാളം ആയത്തുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. മതപഠനത്തിൻ്റെ പ്രാധാന്യവും നേട്ടങ്ങളും മാത്രം വിശദീകരിക്കുന്ന അനേകം ഗ്രന്ഥങ്ങൾ വിവിധ ഭാഷകളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഏഴാമത്തെ കാര്യം, അറിവിൻ്റെ കാര്യത്തിൽ അസൂയ അനുവദനീയമാണെന്നാണ്. വല്ലാത്ത ഒരു കാര്യമാണ്. قال رسول الله صلى الله عليه وسلم لا حسد إلا في اثنين رجل أتاه الله مالا فسلطه على هلكته في الحق ورجل أتاه الله الحكمة فهو يقضي بها ويعلمها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാര്യങ്ങളിലല്ലാതെ അസൂയ അനുവദനീയം ഇല്ല. ഒന്ന്, അള്ളാഹു സമ്പത്ത് നൽകുകയും അതിൽ നിന്ന് നന്മയിൽ ചിലവഴിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ വിഷയത്തിൽ. രണ്ട്, അള്ളാഹു തത്വജ്ഞാനം അഥവാ അറിവ് നൽകുകയും അതുപയോഗിച്ച് വിധിക്കുകയും അത് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ വിഷയത്തിൽ. നല്ല അറിവുള്ള വ്യക്തിയെ കാണുമ്പോൾ അവനോ പോലുള്ള അറിവ് എനിക്കുമുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കൽ അനുവദനീയമാണ് എന്നാണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. എട്ടാമത്തെ കാര്യം, അറിവന്വേഷിച്ചു രാവിലെ പള്ളിയിൽ പോയാൽ പൂർണ്ണ ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കും. അൻ അബി ഉമാമത്ത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഗദാ ഇലൽ മസ്ജിദ് ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രി ഹാജിൻ താമ ഹജ്ജതഹു. ആരെങ്കിലും അറിവ് നേടണമെന്നോ മറ്റുള്ളവരെ പഠിപ്പിക്കണമെന്നോ ഉള്ള ഉദ്ദേശത്താൽ രാവിലെ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ഹജ്ജ് ചെയ്ത പരിപൂർണമായ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ പള്ളികളിൽ ദീൻ പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കാൻ ഈ ഹദീസ് നമ്മെ പ്രേരിപ്പിക്കണം. സുബഹി നമസ്കാരം കഴിഞ്ഞ് 5 മിനിറ്റ് മാത്രമുള്ള നേർവഴിയെങ്കിലും കേൾപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ പള്ളികളിൽ ഉണ്ടാക്കിയാൽ അത് കേൾക്കുവാനുള്ള ഉദ്ദേശത്തോടു കൂടി പള്ളിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ കൂലി ലഭിക്കും. അറിവന്വേഷിക്കുന്നതോടൊപ്പം തന്നെ അതിനായി പ്രാർത്ഥിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് അധികരിച്ച് ലഭിക്കാനായി പ്രാർത്ഥിച്ച ഒരേയൊരു കാര്യം അറിവാണ്. അറിവ് അധികരിച്ച് ലഭിക്കാൻ പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. കുൽ റബ്ബി സിദ്നി ഇൽമ, കുൽ റബ്ബി സിദ്നി ഇൽമ. എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരയണമേ എന്ന് നീ പറയുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരത്തിന് ശേഷം പതിവാക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന, വളരെ അർത്ഥവത്തായൊരു പ്രാർത്ഥന. അതിൽ അറിവ് തേടിയുള്ളതായിരുന്നു ആ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, ഒരു ഉപകാരപ്രദമായ അറിവും വിശിഷ്ടമായ ഉപജീവനവും സ്വീകാര്യമായ കർമ്മവും നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. ആത്മാർത്ഥമായ അറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അറിവുള്ളവരോടൊപ്പം ജീവിക്കാനും QHLS പോലെയുള്ള അറിവ് ലഭിക്കുന്ന ഇടങ്ങളിൽ എത്താനുമുള്ള തൗഫീക്കിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ റമദാൻ മാസത്തിൽ ധാരാളം സ്ഥലത്ത് ഇഫ്താറിനോടനുബന്ധിച്ച ക്ലാസ്സുകളും അതേപോലെ വിജ്ഞാനവേദികളും നടന്നു വരുന്നുണ്ട്. എല്ലാവരും അതിൽ സജീവമായി പങ്കെടുക്കുകയും അറിവ് ശേഖരിക്കുകയും അറിവിൻ്റെ മാധുര്യം നുകരുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.